ക്രിസ്ത്യാനി കൃത്യമായി എല്ലാ പള്ളികളിലും എല്ലാ രൂപതയിലും വേണ്ടി വന്നാൽ ഈ ഇതുപോലത്തെ ബോധവൽക്കരണം നടത്തും. ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രമായ ഇന്ത്യ അതിന് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഞങ്ങളെ പേടിപ്പിച്ച് കൈപ്പത്തി വോട്ട് ചെയ്യിക്കാവുന്നൊന്നും വിചാരിക്കില്ല. UDFകാരോട് അത് പറയാണ്, ക്രിസ്ത്യാനിയെ പേടിപ്പിക്കാവുന്ന ദയവേത് വിചാരിക്കരുത്. അത് ഭയങ്കര അക്രമമാണ്. അത് നടക്കത്തില്ല. അത് ഈ രാജ്യം, ഇന്ത്യ മഹാരാജ്യം അത് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അത്രയും വലിയ അഭ്യാസത്തിനൊന്നും ദയവേത്. കാരണം നിങ്ങൾ ഈ 1956 തുടങ്ങി ഇത്രയും കാലം കളിച്ച കളിയൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് അറിയാം എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ നിലപാടെന്നും ഓരോ പ്രശ്നത്തിനും. നിങ്ങളിപ്പോ ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യായ പ്രധാനമന്ത്രി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1936 പാകിസ്ഥാൻ ലീഗിന്റെയും ജിഹാദിയുടെയും പ്രകടന പത്രികയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ടും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ സതീശൻ പറയാം. സതീശന് ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സാധാരണഗതിയിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, സാധാരണഗതിയിൽ ഈ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ UDF ആണെങ്കിലും LDF ആണെങ്കിലും അല്പം ഒന്ന് ആലോചിക്കും, ഒരു മൃദു സമീപനം ആ വിഷയത്തിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും ഒരു മൗനം അതിൽ പാലിക്കും. എന്നാൽ ഈ വിഷയത്തിൽ, കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അത്തരത്തിൽ ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എടുത്തടിച്ച പോലെ മറുപടി പറയാൻ വി.ഡി. സതീശനാണെങ്കിലും ഇടത് കേന്ദ്രങ്ങൾക്കാണെങ്കിലും എവിടുന്നോ ഒരു ധൈര്യം കിട്ടിയ പോലൊക്കെ തോന്നുന്നുണ്ട്. അതിന്റെ ഒരു കാരണം ഇവിടുത്തെ ജിഹാദി വോട്ടുകൾക്ക് വേണ്ടി അതിഭീകരമായിട്ടുള്ള ഒരു മത്സരമാണ് LDFും UDFും കൂടെ നടത്തുന്നത്. ഇതിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ലവ് ജിഹാദിന്റെ വിക്ടിംസിലും മെജോറിറ്റി എന്ന് പറയുന്നത് ഇടത് നേതാക്കന്മാരുടെ മക്കളാണ്. അത് കൃത്യമായിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെയുള്ള മുഴുവൻ ഇടത് നേതാക്കന്മാരുടെ മക്കൾ ഇതിനകത്ത് പെട്ടു. അതുപോലെ തന്നെ അത് അവർ മെജോറിറ്റി പരമ്പരാഗതമായിട്ട് ഹിന്ദു മതത്തിൽ നിന്ന് വന്നവരാണ്. അതേസമയത്ത് UDFിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ മക്കളാണ് ഇതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്. പലരും പുറത്തു പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പേരൊക്കെ വേണം ഇവിടെ പറഞ്ഞാൽ അത് നിയമലംഘനം ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എലക്ഷൻ സമയം അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എലക്ഷനെക്കാട്ടിലും കൂടുതലായിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഹമാസ് പ്രീണനം, ഹമാസ്, ISIS, താലിബാന് ഇതുപോലത്തെ ആൾക്കാരെ പ്രീണിപ്പിക്കുക. ഇതാണ് കുറെ നാളുകളായിട്ട് നിങ്ങൾ കണ്ടതാണ്. ഇന്ത്യ നിരോധിച്ച, ഇന്ത്യ എതിർക്കുന്ന ഹമാസിന് വേണ്ടി കേരളത്തിൽ നടന്ന കോലാഹലം എന്തൊക്കെയാണ് കോലാഹലം നടന്നത്. ഇന്ത്യ ഇസ്രായേലിന്റെ കൂടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ലോകം മുഴുവൻ അത് അംഗീകരിച്ചും കഴിഞ്ഞു. നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലപാടിന് വിരുദ്ധമായിട്ട് ഹമാസിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും മത്സരിക്കുകയായിരുന്നു. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ഒരു നേഴ്സും ഒരു ടെക്നീഷ്യനും രണ്ടുപേരും ഇവിടെ വന്നിട്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും ഇവിടുത്തെ നശിച്ചു നാറിയ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ വന്നില്ല. കാരണം അവർക്ക് പേടിയാണ്. അവർക്ക് ഹമാസിനെ പേടിയാണ്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരെ പേടിയാണ്. എന്നിട്ട് ക്രിസ്ത്യാനി അങ്ങനെ ആയിക്കോണം. ഇവർക്കൊരു ധാരണയുണ്ട്. ഒരു കാര്യം ഇവിടുത്തെ ഇടത് വലതന്മാരോട് പറയുകയാണ്, ന്യൂനപക്ഷത്തിൽ ഒരാളും ഒരാളുടെ അപ്പനല്ല. എല്ലാവർക്കും സ്വന്തമായ അഭിപ്രായമുണ്ട്. സിഖുകാരനും ബുദ്ധനും ജൈനനും ക്രിസ്ത്യാനിക്കും സ്വന്തമായ അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം വേറെ ആരും പറയണ്ട. അത് ഞങ്ങളുടെ ബിഷപ്പ് പറഞ്ഞോളും. അത് തെറ്റോ ശരിയോ ആയിക്കോട്ടെ, അത് ബിഷപ്പ് പറഞ്ഞോളും. അതിന്റെ അത് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മുകളിലുള്ള ആൾക്കാരോട് പറഞ്ഞോളും. അതുകൊണ്ട് ബിഷപ്പിനെ കഴുത്തിന് പിടിക്കാം, ബിഷപ്പിനെ ഞെക്കാം എന്നൊന്നും ആരും, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരോട് കൃത്യമായിട്ട് പറയുന്നു. ആ മോഹം മടക്കി മനസ്സിലോട്ട് വെച്ചാൽ ഒരു കാരണവശാലും ക്രിസ്ത്യാനിയെയോ ബിഷപ്പിനെയോ ഞെക്കാം എന്നൊരു പ്ലാനുമായിട്ട് UDFോ കോൺഗ്രസോ ഇറങ്ങിത്തിരിക്കേണ്ട. ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത്, ഈ UDFകാരൊക്കെ വീട്ടിലോട്ട് വരുമ്പം ഇത് എന്താണെന്ന് അവനോട് ചോദിക്കണം. ആ സ്ഥാനാർത്ഥിയോടും കൂടെ വരുന്നവനോടും ചോദിക്കണം, പള്ളിയിലെ കാര്യം നീയാണോടാ തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ പിള്ളേരെ എന്ത് പഠിപ്പിക്കണോ നീയാണോടാ തീരുമാനിക്കേണ്ടതെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടും UDFകാരോടും ചോദിക്കാനുള്ള ധൈര്യം കൂടി ഇവിടെ ക്രിസ്ത്യാനി കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ പോട്ടെ. ഇവർക്ക് എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, അവിടെയൊക്കെ പറയാം. വരട്ടരുത്, അത് മാത്രമേ വരട്ടരുത്. സൈഡിൽ കൂടെ സൂത്രത്തിൽ ഒന്ന് ഉപദ്രവിച്ചിട്ട് പോകാമെന്നൊന്നും ഈ കോൺഗ്രസ്സുകാരും സതീശനും ഒന്നും കരുതരുത്.